മലപ്പുറത്ത് പറഞ്ഞ തേർഡ് റേറ്റ്. ഇവനാണ് എന്റെ വസ്തുവിനെ കുറിച്ച് പറയാൻ. എന്റെ വസ്തുവിനെ കുറിച്ച് പറയാൻ എനിക്ക് മാത്രമേ ഉള്ളൂ റൈറ്റ്. അത് ഇവനൊന്നും കൊടുക്കാനുള്ളതല്ല എന്റെ വസ്തു. എന്റെ വസ്തു എനിക്കൊരു മകളുണ്ട്. സക്സഷൻ വഴിയേ പോകുന്നുള്ളൂ ഇത്. അല്ലാതെ ഒരാൾക്കും വേറെ കൊടുക്കാനുള്ളതല്ല ഇത്. മനസ്സിലായില്ലേ? പിന്നെ ഉള്ളത് എനിക്കൊരു പാർട്ട്ണർ ഉണ്ട്, മുകേഷ് കുമാർ എന്നാണ് പേര്. ഞങ്ങൾ തീരുമാനിച്ചത് എങ്ങനെ ആണെന്നുള്ളത്. ബാക്കി അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഡേറ്റിൽ. ഇവിടെ ഒന്നുമില്ല. പിന്നെ ഇവൻ ഇക്കടന്ന് ഈ കുരയ്ക്കുന്ന എന്തിനാ റൈറ്റില്ല. ഇവനങ്ങ് കുരയ്ക്കുക. ഭീമായസ് പഠിക്കുക ആരാ എന്റെ പേര് പറയാൻ. ഇവനെ ഇവിടെ ഒന്ന് അടിച്ച പണിയായിരുന്നു സെന്റിയെ. ഇവൻ കിടന്നൊന്ന് കുറച്ചോളൂ എന്റെ പേര്. ഇവന് ഈ സാധാരണ മന്ത്രി ഇവന്മാരെ എല്ലാം ഇത് തന്നെ ജോലി. സാധാരണ മന്ത്രി സോമരാജ് എന്ന് പറയുന്നവൻ സന്ധ്യ ആണെന്നുണ്ടെ കുറെ പെണ്ണുങ്ങളെ വീട്ടിലെ കേട്ടിലായിരുന്നു ജോലി. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മതി. ഇവരൊരു എൻജിനിയർ എന്ന് പറയുന്ന വീട്ടിൽ ഇറങ്ങാൻ നേരമില്ല. നിങ്ങൾ സന്ധ്യ ആകുമ്പോൾ അവിടെ കയറും. ആളുകളെല്ലാം പറയുന്നത് അത് അമ്മായിയെ മരുമോളെ വെച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി കഥകൾ ആണുങ്ങൾ പറയുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഇവരെ കുറിച്ച് പറയുന്നത്. ഇവൻ ആദ്യം കൈതവള എന്ന് പറയുന്ന ഒരു വീട്ടിലായിരുന്നു ഇവന്റെ സ്ഥിരം ഇത്. അവിടെ കുറെ അയാളുടെ ഭാര്യയും അയാളുടെ കുറെ ഭാര്യയുടെ കുറച്ച് അനിയത്തിമാരും ചേട്ടത്തിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ വെച്ചുകൊണ്ടിരിക്കുകയൊക്കെ ആയിരുന്നു എനിക്ക് ജോലി. ഇവന്റെ അവിടെ ആയിരുന്നു സ്ഥിരം. ഇവൻ അവിടെ കള്ളുകുടിയും എന്തായിരുന്നു ഇവന്റെ ജോലി. സഭാഗ്രഹത്തിൽ സോമരാജൻ എന്ന് പറയുന്നത്. അവന് എന്നെ ഇപ്പൊ വിളിക്കുന്ന വെടിക്കാരിയിലാണ്. അവനെന്ത് യോഗ്യത ഉള്ളതെന്ന് അറിയത്തില്ല. അവന്റെ സ്വയം നോക്കണം ആദ്യമേ. ഇവനെ പോലൊരു ഫ്രോഡ് വേറെ കാണിച്ചു. ഇവൻ ഇന്നുവരെ ഒരു ജോലി ചെയ്തിട്ടില്ല. ഇവൻ എവിടുന്ന പൈസ എന്നൊന്നും അറിയത്തില്ല. ഇവൻ ഇന്നുവരെ ഒരു ജോലിയും ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ നല്ല തേക്ക് വഴിയുള്ള ഷർട്ടും മുണ്ടൊക്കെ ഇട്ടുകൊണ്ട് ഇതിന്റെ പോക്ക്. ഒരു ജോലി ഇവൻ എടുത്തിട്ടില്ല. എവിടുന്ന് ഇതിന് പണം? ഇവൻ എന്ത് ചെയ്തിട്ടേ പണം? നമുക്ക് അറിയണ്ട. ഇവൻ എന്ത് ചെയ്തിട്ടേ പണം വരുന്നത്? ഇവൻ എന്ത് കള്ളത്തരത്തിൽ കൂടെ പണം വരുന്നത്? അതുപോലെ ഇവരെല്ലാം ഡിവോഴ്സുകളാണ്. ഫുള്ള് ഡിവോഴ്സ്. ഇവരെല്ലാം ആളുകളെല്ലാം ഡിവോഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളുടെ പേര് കഥയുണ്ടാക്കാനിരിക്കും ഇവന്മാരുടെ ജോലി. ഇവരൊക്കെയാണ് നമ്മുടെ പേര് കഥയുണ്ടാക്കാൻ. ഒരു രാജേഷ് എന്ന ഇവൻ ഈ സോമരാജൻ എന്ന് പറയുന്നവൻ ഒരു ശ്രീജ എന്ന് പറയുന്ന ഈ രാജേഷ് എങ്ങനെ പെണ്ണുപിള്ളുണ്ട് ശ്രീജ. ഇപ്പൊ ഡിവോഴ്സായി. അവളെ കൊണ്ട് നടപ്പായിരുന്നു ജോലി. തിരുവനന്തപുരത്തും എല്ലാം എങ്ങോട്ടെല്ലാം പോയി ലോഡ്ജിലൊക്കെ താമസിച്ചേക്ക് തിരിച്ചു. ആളുകൾ പറയുന്നത് ഇങ്ങനെ തിരിച്ചു വരുന്ന വഴി വാചനാടക്കാവിലെത്തി ഇപ്പൊ ആരാണ്ട് ഇവരുടെ ശ്രീജ എന്ന് പറയുന്ന മാലയെ പറിച്ചോണ്ട് പോയി. മാല എന്നിട്ട് രണ്ടും കൂടെ വീണ് കുറെ നാൾ ആശുപത്രിയിലൊക്കെ ആയിട്ട് ഭയങ്കര കഥകളായി. എന്നിട്ട് മാല റിക്കവറി ചെയ്ത മാല ആ മാലയല്ല. ഇതൊക്കെയാണ് കഥകളൊക്കെ. കോടതിയിൽ കുഴച്ച മാല. അപ്പൊ ആ മാലയല്ല. അങ്ങനെ എന്താണ് ഇതൊക്കെ? ഇത് നിങ്ങൾക്ക് അന്വേഷിക്കാം. ശ്രീജ, സോമരാജൻ, പ്രധാനമന്ത്രി സോമരാജൻ ഇങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ 2014 മുന്നെയാണ്. 2014 മുന്നേ അന്വേഷിച്ചാൽ മതി. വർഷം സൈതം പറഞ്ഞുതരാം. ഇനി ഈ ശ്രീജയം കൊണ്ട് സിജി സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞവനായിരുന്നു അത് നടക്കുന്നത്. ഇവരെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം ഇവനായിരുന്നു. ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇപ്പൊ ഇതുവഴി ഇങ്ങനെ പോയി. ഇതൊരു പെണ്ണുപിള്ളുണ്ട് പള്ളിപ്പാട്ടുകാരി. അവിടെ ഇപ്പൊ പോയിരിക്കുകയാണ്. ഹണി ട്രാപ്പൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇവരെ വകവരുത്തി ജോബ് ലോസ് ഇൻഷുറൻസും ഒക്കെ അവളുടെ ഇതിലാക്കി എല്ലാം ശരിയാക്കിയിട്ട് ഇപ്പൊ അവിടെ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇനി അവിടെ തമ്മിലുള്ള ബന്ധങ്ങളൊന്നുമില്ല. എല്ലാം മാറിപ്പോയി. പൈസയൊക്കെ കിട്ടി. അതിന് ഇനിയും ഇതിൽ ബന്ധമൊന്നും ഇല്ലാത്ത പോലെയാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറയത്തില്ല കള്ളത്തരങ്ങളൊന്നും. ഇവിടെ ആരൊക്കെയോ ആണെന്ന് വരുത്താൻ വേണ്ടി ഇവരൊന്ന് നടക്കുക. ഇപ്പൊ നമ്മുടെ ഫേസ് ഇങ്ങനെ കുറച്ച് പത്തിയാക്കും ഇവര്. എന്റെ ഫേസ് ഇങ്ങനെ ഹാർട്ട് ഷേപ്പാണ്. അത് ഇതാക്കാൻ വേണ്ടിട്ട് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ലെഫ്റ്റ് സൈഡിലെ കിഡ്നിയിലോട്ട് അങ്ങ് ഇപ്പൊ അടിക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് അടിക്കാൻ തുടങ്ങും. നമ്മള് ആകെ രാവിലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. 1 സ്പൂൺ ചോറാണ് കഴിക്കുന്നത്. പിന്നെ വല്ല പയറൊക്കെയാണ് കഴിക്കുന്നത്. എന്നാലും ഇങ്ങനെ അടിക്കുകയാണ് നമ്മുടെ ദേഹത്തോട്ട്. മനസ്സിലായില്ലേ? കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നേ ഇല്ല. ഇപ്പം പിന്നെ എള്ളുണ്ട തിന്നു. അപ്പോഴത്തേന് എള്ളുണ്ട തിന്നാൽ നമ്മൾ ഇത്രയും വീർന്നു പോകും. നമ്മുടെ മുഖമൊക്കെ ഇത്രയും ആവും. ഇപ്പൊ നോക്കിയപ്പോൾ നാളെ വ്യത്യാസം അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? നമ്മുടെ മുഖം ഇവിടെ ഒക്കെ ഇങ്ങനെ ചൊട്ടിയിരിക്കുന്ന നാളെ വരുമ്പോഴത്തേന് ഇവിടെ തന്നെ വീർത്ത് ഇത്രയും കഥകളിക്കാൻ അത്ര ഇങ്ങനെ. അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഈ കിഡ്നിയിൽ ഇങ്ങനെ അടിച്ചിട്ട് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കുകയാണ്. വാട്ടർ റിട്ടൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയാണ് വാട്ടർ പ്യൂരിഫൈ വേസ്റ്റ് വാട്ടർ കളഞ്ഞ് നമ്മുടെ ഇത് പ്യൂരിഫൈ ചെയ്യുന്നത് അറിയാലോ. കിഡ്നിയുടെ ഡ്യൂട്ടിയാണ് പ്യൂരിഫൈ. അപ്പം ഈ വെള്ളം എക്സസ് വാട്ടർ ഒക്കെ അത് പ്യൂരിഫൈ ചെയ്ത് കളയും. അന്നേരം ഇത് ഇങ്ങനെ ലേസർ അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ യൂറീത്ര ഈ ട്യൂബ് ചെറുതായിട്ട് വെള്ളം താഴോട്ട് പോകാതെ അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ റീറ്റെയിൻ ആവും. എന്നാൽ നമുക്ക് അറിയാം കൈയൊക്കെ നമ്മൾ വീർക്കും. ഇപ്പൊ കൈയൊക്കെ ഇത്രേ ഉള്ളൂ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ കൈയൊക്കെ നല്ല അങ്ങ് വീർക്കും.
മനസ്സിലായില്ലേ? ഇവിടെ എല്ലാം വീർത്ത് വേറൊരു വണ്ണമാണ്. അത് നമുക്ക് മനസ്സിലാവും. അപ്പൊ മുഖം എല്ലാം ഇങ്ങനെ വണ്ണം വെക്കും ഈ വെള്ളം തിങ്ങിയിട്ട്. അതിനാണ് വാട്ടർ റിട്ടൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പോയില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെ അത് റീറ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് പക്ഷിയാവും. ഇവരുടെ പരിപാടിയാണ്. ഇതെല്ലാം ലേസറാണ്. ഇവർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇവിടെ ചെസ്റ്റ് ടൈറ്റ്നസ്, കഫ്, പിന്നെ എന്താണ് നമ്മുടെ ഷോർട്ട്നെസ് ഓഫ് ബ്ലഡ്, അങ്ങനെ എല്ലാം വരുത്താൻ പറ്റും. നമ്മുടെ പ്രഷർ ഹൈ ആക്കാന്, ലോ ആക്കാന്. ഇവരിങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവരിങ്ങനെ എന്റെ അടുത്ത് ഒരിക്കൽ വന്നിരുന്നു. അപ്പൊ നമുക്കറിയാം ഇത് അടിക്കാൻ തുടങ്ങുന്നതല്ലേ നമുക്കറിയാം. നമ്മളൊക്കെ ശ്രദ്ധിക്കും. നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നവർ ഈ വാട്സപ്പ് തുറന്നു വെച്ചിട്ട് ഇങ്ങനെ മേലോട്ട് സ്ക്രോൾ ചെയ്യും. മേലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ട് വരും. എന്നിട്ട് താഴോട്ടാക്കും. അപ്പം നമ്മൾ റിലീസ് ആവും. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വാട്സപ്പുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷന്റെ പ്രവർത്തനങ്ങൾ. ഇവിടുമാര് കുറെ ഉണ്ട് ഇങ്ങനെ. ഇവിടുമാര് ഇങ്ങനെ ഇറങ്ങി നടന്നിരിക്കുക. ഒന്നും രണ്ടൊന്നും അല്ല. ഇവിടുമാര് ഒരു ജോലി വേലയും കൂലിയൊന്നും ഇല്ലാത്തവന്മാർ ഇവിടുമാർക്ക് ഈ ആപ്ലിക്കേഷനുമായിട്ട് നടന്ന് ഈ ആൾക്കാർക്ക് ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ നിങ്ങൾ ഇപ്പം കുറെ മൂവീസിൽ കണ്ടിട്ടുണ്ട് പോയിസൺ ഗ്യാസ് അടിച്ചിട്ട് മരിക്കുന്നതും എല്ലാം. അതുപോലെ എന്താണ് ഇവർക്ക് ഈ വീട്ടിൽ ഫുൾ പോയിസണസ് ഗ്യാസ് ഇതുപോലെ അടിക്കുന്നുണ്ട്. അതുപോലെ സന്ധ്യ ആയാല് ഞാൻ പലപ്പോഴും റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ ഇത് തന്നെയായിരുന്നു. പുകയ്ക്കായിരുന്നു. ഭയങ്കരമായിട്ട് പുകയാണ്. ഒരു മാപ്പിളമാര്, ഒരു പണ്ടാരത്തി, ഇവരെല്ലാം ഉണ്ട് കുറെ എണ്ണം. 4 മണി 8 മണി ആയാലും പുക തീരത്തില്ല. എവിടെയാണ് ഇത്രയും സമയം മണിക്കൂറുകൾ ഇത്ര പുകയ്ക്കുന്നത്? നമ്മളിച്ചിരി എന്നിട്ട് ഈ പണ്ടാരത്തി എന്ന് പറയുന്നവർക്ക് ഇത്രയും വീതിയെ കാണുന്നുള്ളൂ. വീടിന് വസ്തുവിനും കൂടി അത്രയും നീളമൊന്നും ഇല്ല. ഇതിനകത്ത് എന്തോ നമ്മളുടെ വീട് ഇത്രയും അവിടെ എല്ലാം ഉണ്ട്. കരിയില ഞാൻ 3-4 ദിവസം കൊണ്ട് തൂത്തുവാരി കൂട്ടുന്നത് നമ്മൾ വെക്കുന്നുണ്ട്. ഇവിടെ കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളത് വെച്ച് പൊടിക്ക് ഇനി വളവാക്കിയിടാന്ന് വിചാരിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പം എന്തുവാ ഇങ്ങനെയൊക്കെയാണ് ഇവന്മാരുടെ വേലകള്. കത്തിക്കുക, ഇതെന്തോ കത്തിക്കുക 8 മണി വരെ. എത്ര മണി മുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5:30 നമ്മളങ്ങോട്ട് വെളിയിൽ ഇറങ്ങുമ്പോഴേ തുടങ്ങും. 5 മണി 5:30 മുതൽ കത്തിച്ചാൽ ഒരു 8 മണി വരെ. എന്തോ ഇത്രയും പുകയ്ക്കാനും കത്തിക്കാനും 5 മിനിറ്റ് വേണ്ട ഇവരുടെ ഇച്ചിരി ഒരു അങ്ങോട്ട് കത്തിത്തീരാന്. ഇതെന്തോ ഈ പുകയ്ക്കണേന്ന് പറഞ്ഞിട്ടാണ് പുകയ്ക്കുന്നത്. മണിക്കൂറുകളാണ് പുകയ്ക്കുന്നത്. ഇന്നലെ രാത്രി വരെ പുകയായിരുന്നു. ഇന്ന് ഇതുപോലെ തന്നെ പുകയ്ക്കാൻ തുടങ്ങിയായിരുന്നു. ഇനി പുകയ്ക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയും. ഇങ്ങനെ ഭയങ്കര എടുത്ത് വെക്കേണ്ടില്ലേ ഫോട്ടോ എവിടെയാ പുകയ്ക്കുന്നതെന്നുള്ളത്. എന്നിട്ട് ഞാൻ വിളിച്ചു പറയും. ഇത് വലിയൊരു ശല്യമായിട്ട് പറയും. നമ്മുടെ വീട്ടിൽ പുക വരുന്നത് എങ്ങനെയാ? കണ്ടാഴ്ചയൊക്കെ അയ്യത്ത് പുകയ്ക്കുന്ന നമ്മുടെ വീട്ടിൽ പുക വരുമോ? ഇതൊന്നും അറിയണ്ടായോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പെണ്ണുപിടുത്ത കഥകളാണ് ഇവന്മാരുടെ ഇത്. ക്യാരക്ടർ അസാസിനേഷൻ, പിന്നെ ജോബ് ലോസ് ഇൻഷുറൻസിന് വേണ്ടി അപ്പം എന്റെ എൻറോൾമെന്റ് വെച്ചും അത് വെച്ചും ഒക്കെ പല രീതിയിൽ. അതുപോലെ നമ്മളൊരു ഇപ്പൊ എനിക്കറിയാം നമ്മുടെ ഒരു HR ഈ ഇൻഷുറൻസ് കമ്പനിയുടെ പരീക്ഷ എഴുതുകയൊക്കെ ചെയ്തായിരുന്നു. നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. നമുക്കിപ്പോ അന്നേരം അറിയത്തില്ല. എന്നിട്ട് ഈ ബിജുപി എന്ന് പറയുന്നവൻ എന്റെ പേരിലായിരിക്കണം. ഇവനിങ്ങനെ നടന്നു എന്തുവാ ഇതൊക്കെ ആക്കുമായിരുന്നു. പിരിക്കൊക്കെ ആയിരുന്നു പൈസയൊക്കെ. എന്നിട്ട് എന്താ ചെയ്തതെന്ന് നമുക്ക് അറിയത്തില്ല. ഹലോ ഹലോ സേന I don't write like that. No, I don't want.